കൂറപ്രവാചകന്റെ കുടുംബം കലക്ക ശുശ്രൂഷ. നാട്ടിലൂടെ പേപിടിച്ച് കുലിത്തലും സീസിപിടുത്തവുമായി നടന്നിരുന്ന ഒരു തെരുവുകുണ്ട പിടിച്ചുപറിക്ക് ഏറ്റവും മാന്യമായ മാർഗം ഒരു പൈശാചിക കൂട്ടായ്മ തുടങ്ങുന്നതാണെന്ന് മനസ്സിലാക്കി അത് തുടങ്ങുകയും പിടിച്ചുപറി നടത്തി വരുന്നതുമായ വാർത്ത ഞങ്ങൾ നേരത്തെ നൽകിയത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. കുടുംബത്തിൽ കൊള്ളാത്ത വെറും മോഴകളായ കെട്ടുവന്മാരുള്ള വീട്ടിലും നാട്ടിലും കൊള്ളാത്ത ചില സ്ത്രീകളാണ് ഇവൻ്റെ സ്ഥിരം കാണികൾ. വചനപ്രഘോഷണമാണെന്നും പറഞ്ഞ് ഈ ഗുണ്ടാസ്തോലൻ നടത്തുന്ന പേക്കുത്തുകൾ കാണുക. ഇവൻ്റെ പേക്കുത്തുകൾ കാണുമ്പോൾ തുള്ളിമറിയുന്ന കുറേ മുണ്ണകളെയും കാണുക. എന്നിട്ട് ഞാൻ എൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു. ഞാൻ നേരെ കണ്ണാടിയുടെ മുന്നേ പോയി നിന്നു. തലമുടിയൊക്കെ എങ്ങനെ വെച്ച് കോടീശ്വരൻ്റെ ലുക്ക് വേണമല്ലോ. ഇനി അങ്ങോട്ട് കോടീശ്വരൻ്റെ ലുക്കിലെ യാത്ര ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ. മെറ്റീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ, അനോയിന്റിങ്ങിൽ മെറ്റീരിയലിലേക്ക് മാറാൻ തുടങ്ങിയാൽ കാണാൻ ഭംഗിയുള്ളതാക്കി ദൈവം മാറ്റാൻ ആരംഭിക്കും. അഥവാ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ എന്തോ കിട്ടും? നിന്നെ മുന്നിൽ നിൽക്കുന്ന എന്നെ തന്നെ കിട്ടും. ഇതാ ഏറ്റവും വലുത്. തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോഴാ പെട്ടെന്ന് അവിടെ ലോട്ടറി ഒരു പെങ്കുച്ച്, പാവം പിടിച്ചൊരു പെങ്കുച്ചിരിക്കുന്നു. ഇതിലോട്ടൊന്ന് നോക്കിയതുമല്ല, ഇതെല്ലാം അടിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ പെട്ടെന്ന് ഇവനോട് ഇതെടുത്തോ, ഇത് അടിക്കാൻ പോവാന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞാൽ ഞാനും എടുത്ത് ഇരിക്കട്ടെ, ഏതായാലും അടിക്കാൻ പോകില്ല, സാമ്പിൾ നമ്മുടെ ഇരിക്കണമല്ലോ, ഇല്ല ചുമ്മാ പറഞ്ഞേച്ച് പോകരുതല്ലോ. ഒരെണ്ണം ഞാൻ എടുത്തു. സൂക്ഷം 30,000 രൂപ അടിച്ചു. ഒന്നും രണ്ടല്ലോ 30,000 രൂപ. അപ്പൊ ചോദിക്കും, ലോട്ടറി അടിക്കുന്ന തെറ്റല്ലേ? കടയാകുന്ന പിന്നെ നീ ആര്യാസി കയറി തിന്നുന്നത് തെറ്റാണോ? പേരെന്തുവാ? ആര്യാസ്. അവിടെ കയറി ഞങ്ങൾക്ക് ഹോട്ടൽ പുഷ്പലോകം, ഏത് ഹോട്ടൽ അൽറാസി, കുഴിമന്തി, ഏതാ? ലോട്ടറി എടുക്കുന്ന എന്തുവാ? പാവവാ. ഇത് പാവമാണ്, അതും പാവവാ. മസിലൊന്നും വേണ്ട. ഏത് പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ മറ്റേ കുലുക്കിക്കുത്ത് കളിയുണ്ട്. രാജാബേ 2 വെച്ച 4, 4 വെച്ച 8, ഒറ്റ കമത്ത. നമ്മളിങ്ങനെ പോയി. ആദ്യമൊക്കെ ഞാനിതുകൊണ്ട് ക്ലാവറയിൽ 50, ആടുതനയിൽ 50, ഡയമണ്ടിൽ 50 തിരിഞ്ഞു വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും വരും, അതിനകത്ത് എൻ്റെ കാശും പോവും. ഇല്ലെങ്കിൽ ആദ്യം കുറച്ച് പൈസ കിട്ടും, പിന്നെ അങ്ങ് പൈസ. എനിക്ക് ഇതിൻ്റെ അകത്ത് ടെക്നിക്ക് ഒന്നുകൊണ്ട് കുറേ കാലം ഞാൻ ഇങ്ങനെ പിടിക്കണം, മാറി ഇങ്ങനെ നിന്നിട്ട് അവസാനം തോട്ടപ്പുഴ പള്ളി പെരുന്നാളുണ്ട്, ഒരു 100 രൂപ കൊണ്ട് ഡയമണ്ട് അവിടെ വെച്ചിട്ട് മാറി ഇങ്ങനെ നിൽക്കുന്ന ഉടനെ എങ്ങനെ സൂക്ഷം അടി ഡയമണ്ടാ. അപ്പം 200 രൂപ കിട്ടും. കിട്ടിയ 200 കൊണ്ട് എന്തോ ഇതോണം, അപ്പോഴേ പൊക്കോണം. സ്വോത്രാഴ്ച ദശാംശമൊക്കെ കൂടട്ടെ. കേൾക്കുന്നുണ്ടല്ലോ സഭാവിശ്വാസികൾ. ഇന്ന് ജനുവരി മാസം മുതലുള്ള കണക്കെടുപ്പ് നടത്താൻ പോവാ. ഇന്നിവിടെ ദശാംശത്തിൻ്റെ കണക്ക് എനിക്കിതെല്ലാം കഴിയുമ്പം ഞാൻ ഇവിടെ സഭാ വിശ്വാസികളെല്ലാം പിടിക്കുന്നു. ഇവിടെ ഈ സഭയെ സ്ത്രീ മിണ്ടണ്ട, ഈ സഭയെ സ്ത്രീ മിണ്ടണ്ട, ഈ സഭായോഗത്തിനിടയ്ക്ക് ഒട്ടും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ സ്തോത്രോ ഹല്ലേലൂയ മാത്രം പറയാം. അല്ലാതെ ഇവിടെ വന്ന് എണ്ണീറ്റിരുന്ന അഭിപ്രായം ഒന്നും ഈ സഭയ്ക്കകത്ത് വിളമ്പണ്ട. ഒക്കെ വീട്ടിൽ ചെന്നിരുന്ന് കറി വെച്ചിട്ട് അങ്ങ് വിളമ്പിയാൽ മതി. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ അഭിപ്രായം എന്തോ ചെയ്യത്തില്ല, ഞാൻ എടുക്കത്തില്ല. അപ്പോൾ സ്ത്രീ വിരുദ്ധതയാന്ന് തോന്നിയാലും എനിക്കൊന്നും വിഷയമല്ല. ഹിറ്റ്ലറാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞില്ലെന്ന് ഒരു സുഖം, ഒരു വാനസുഖം, വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ അകത്തു വന്നൊരു എന്നോട് പറഞ്ഞു, ഇവിടെ ഇതും കൊണ്ട് വന്നപ്പോൾ, ലോട്ടറിയും കൊണ്ട് വന്നപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, ഒന്നൊന്നും അടിക്കുന്ന കേസല്ല, അങ്ങനെ അമ്മച്ചിക്ക് അടിച്ച 2 ലോട്ടറിയാണ്. ഒന്ന് അമ്മച്ചി ഇവിടുന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അവിടെ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അമ്മച്ചിക്ക് പുതിയൊരു സ്റ്റാൾ അങ്ങിട്ട് കൊടുത്തു. 2, കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടുത്ത ലോട്ടറിക്ക് മൊത്തം അടിയാ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഞാൻ ചെയ്തതല്ല, ഇതെല്ലാം ഇതിൻ്റെ അകത്തൊരു ഭാഗമായത്. അപ്പം ചോദിക്കും, ലോട്ടറി എന്ന മുമ്പ് ഒരു ലോട്ടറി കടക്കാരൻ ഞാൻ 2 എടുത്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്ന ആളല്ല, പക്ഷെ 2 എടുക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് ഒരു ഫലം ഉണ്ട്. Barricada
ഗുണ്ടാസ്തോലൻ സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലൻ, പ്രവാചകൻ എന്നൊക്കെയാണ്. ഈ ആത്മീയ അമേദ്യത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവന് ചെകിടത്ത് രണ്ട് പൊട്ടിക്കുകയാണ് ശ്രീ റോണി. ഒരു വ്യാജ ഗുണ്ടാ പാസ്റ്ററുടെ കപട ആത്മീയതയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഇയാൾ ഇനിയും പെന്തക്കോസ്തുകാരനല്ല എന്ന് പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്നവർക്ക് വാദിക്കുവാൻ കഴിയില്ല. കാരണം ഈ ഗുണ്ടാ പാസ്റ്ററിൻ്റെ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ 60% പേരും പെന്തക്കോസ്തുകാരാണ്. മാത്രമല്ല ജോൺ ബ്രിട്ടാസിൻ്റെ പെന്തക്കോസ്തുകാരെ പറ്റിയുള്ള സംഭാഷണത്തിന് ശേഷം ഈ ഗുണ്ട ഇപ്പോൾ താൻ പെന്തക്കോസ്തുകാരനെന്നാണ് ഇപ്പോൾ തീർത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ ഈ ഗുണ്ടയുടെ ഈ പൈശാചിക സങ്കേതങ്ങൾ പൂട്ടിക്കുവാൻ നിങ്ങൾ പെന്തക്കോസ്തുകാർ തന്നെ മുമ്പോട്ട് വരണം. ലോകത്തിൽ ഒരിക്കലും ഒരു പാസ്റ്ററും ഇങ്ങനെയാകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചു പറയുവാൻ ഈ ഗുണ്ടയെക്കാട്ടിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. ഈ ഗുണ്ടയുടെയും തെമ്മാടിയുടെ അടുത്ത് അനുഗ്രഹം പോയി മേടിക്കാൻ നിൽക്കുന്ന സ്ത്രീകളെ, ഈ കൈവിട്ടുപോയ പട്ടത്തിൻ്റെ പുറകെ കിടക്കുന്ന നൂല് പോലെ ഈ സ്ത്രീകളുടെ പുറകെ നടക്കുന്നവരുടെ ഭർത്താക്കന്മാരായ കുഞ്ഞിരാമന്മാരായ മൊണ്ണകളെ, ഇവരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഒരു പാസ്റ്ററിൻ്റെ വേഷം കെട്ടി ഒരു ഗുണ്ട ലോട്ടറി കച്ചവടം, കുലുക്കിക്കുത്ത്, വർഗീയത, സ്ത്രീവിരുദ്ധത, ഒരു ഉളുപ്പുമില്ലാതെ ഈ വക കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേരളത്തിലാണ് എന്നുള്ളത് നമ്മൾ കാണണം. ഇത്രയും വർഗീയ വിഷം തുപ്പുന്ന ഈ ഗുണ്ടാ പാസ്റ്ററിനെതിരെ നാട്ടുകാർക്ക് പരാതിയില്ലേ? ഈ ഗുണ്ടാ പാസ്റ്ററിൻ്റെ പൈശാചിക കേന്ദ്രം അടച്ചു പൂട്ടേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചതാണ്. എന്താണ് ഈ ഗുണ്ടാ പാസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്? അതായത് ഒരു പാസ്റ്റർ കോടീശ്വരൻ്റെ ലുക്കിൽ നടക്കണം, മാത്രമല്ല തൻ്റെ സൗന്ദര്യമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. മാത്രമല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീകൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആ സ്ത്രീകൾക്ക് കാട്ടുപോത്തായ ഈ ഗുണ്ടാ പാസ്റ്ററിനെ തന്നെ കിട്ടും എന്നാണ് ഇവൻ തന്നെ പറയുന്നത്. അത് കേട്ടാണ് പല സ്ത്രീകളും ആവേശത്തിൽ തുള്ളിച്ചാടുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഈ സ്ത്രീകളൊക്കെ ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെടുക്കുമെന്നുള്ളതാണ്. ഇവന് എങ്ങനെ തീറ്റിപ്പോറ്റും? ഒരു പോത്തിനെ ഈ സ്ത്രീകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയാൽ കുറഞ്ഞത് ഇറച്ചിയുടെ എല്ലിൻ്റെ എങ്കിലും ലാഭം കിട്ടുമായിരുന്നു. ഇവനെ കൊണ്ടുപോയിട്ട് എന്തെടുക്കാനാണ്? ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഓരോ ഗുണ്ടാ പാസ്റ്റർമാരെ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് ആത്മീയ ലോകത്തിൻ്റെ അവസ്ഥ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു ന്യൂജൻ ഗുണ്ടാ പാസ്റ്ററിനെ സംബന്ധിച്ചിട്ട് ഒരു പാസ്റ്റർക്ക് ലോട്ടറി എടുക്കാം, കള്ള് കുടിക്കാം, കള്ളനോട്ടടിക്കാം, കുലുക്കിക്കുത്ത് നടത്താം. എന്താണ് ഈ ഗുണ്ടാ പാസ്റ്റർ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്? വിളിച്ചു പറയുന്നത് ആത്മീയതയല്ല, തികഞ്ഞ വർഗീയതയാണ്. അതായത് ഹിന്ദുക്കളുടെ പേരിൽ നടത്തുന്ന ആര്യഭവനിൽ നിന്നും ആര്യാസിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പേരിൽ നടക്കുന്ന അൽറാബിയിൽ നിന്നുമൊക്കെ ഫുഡ് കഴിക്കുന്നത് പാപമെന്നാണ് ഇവൻ വിളിച്ചു പറയുന്നത്. എന്താണ് ഇവനെ ചെയ്യേണ്ടത്? ഇവന് എന്നാ തരത്തിലുള്ള മനുഷ്യനാണെന്നുള്ളതാണ്. ഇവനാണ് ഇന്നത്തെ പല അമ്മാമ്മമാരുടെയും ഫോറൻസിക് പ്രവാചകൻ. എനിക്കറിയില്ല ഈ ഗുണ്ടാ പ്രവാചകനും അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഹോട്ടലിൻ്റെ പേരും ജാതിയും മതവും ഒക്കെ നോക്കിയാണോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം പല ഹോട്ടലുകളുടെയും പേര് ഹോട്ടൽ വിടുതൽ, ഹോട്ടൽ അന്യഭാഷ, ഹോട്ടൽ പ്രൈസ് ദി ലോർഡ്, ഹോട്ടൽ സ്തോത്രം, ഹോട്ടൽ ഹാലേലുയ എന്നൊക്കെ ആക്കി മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ വീട്ടിൽ കഴിക്കുന്ന അരിയും ഗോതമ്പും അടക്കം ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ ഏതൊക്കെ ഭാഷക്കാരുടെ കയ്യിലൂടെയും ഏതൊക്കെ ജാതിക്കാരുടെ കയ്യിലൂടെയും ഏതൊക്കെ മതക്കാരുടെ കയ്യിൽ നിന്നുമാണ് ഈ പെന്തക്കോസുകാരടക്കം എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുന്നെന്നുള്ളത് ഇവർക്കറിയാമോ? അല്ലോ ഇവർ കൃത്യമായിട്ട് പെന്തക്കോസുകാർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനവും പ്രോഡക്റ്റൊക്കെ മേടിച്ചിട്ടാണോ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഗുണ്ടാ പാസ്റ്റർക്ക് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പൈസ ദശാംശമായും സ്തോത്രകാഴ്ചയായിട്ടും പിടുങ്ങി മേടിക്കുന്നതിന് യാതൊരു അയിത്തമില്ല, അതിന് യാതൊരു ജാതിയില്ല, പൈസയ്ക്ക് ജാതിയില്ല. ഇതുപോലെയുള്ള കള്ള ഗുണ്ടാ പാസ്റ്റർമാരെ നാട് കടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനൊക്കെ വർഗീയതയും സ്ത്രീവിരുദ്ധതയും വിളിച്ചു പറയുമ്പോഴാണ് അവനൊരു സുഖം കിട്ടുന്നത്. അത് സീൽക്കാര ശബ്ദത്തോടെ അവന് അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. ഇവനാണ് ഇന്നത്തെ ന്യൂജൻ ഗുണ്ടാ പാസ്റ്റർ. അതുപോലെ തന്നെ ഈ ഗുണ്ടാ പാസ്റ്റർ പറയുന്നത് ലോട്ടറിക്കാരെ സഹായിക്കാനാണ് ഇവൻ ലോട്ടറി എടുക്കുന്നതെന്ന് പറഞ്ഞാണ്. ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാർ പണത്തിനോടുള്ള ആർത്തി പൂണ്ട് നടക്കുന്നവന്മാരാണ്. അവന്മാർ ലോട്ടറി അല്ല, കള്ളനോട്ടല്ല, എന്ത് കോപ്രായം വേണമെങ്കിലും അവന്മാർ ചെയ്യും, എന്ത് വേണമെങ്കിലും കാണിക്കും പൈസ ഉണ്ടാക്കാനായിട്ട്. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് പൈസയോട് ആർത്തിയില്ല,
അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു ലോട്ടറിക്കാരനെ സഹായിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 ലോട്ടറിയുടെ പൈസ അവന് വെറുതെ കൊടുത്താൽ പോരെ. ഒരു ലോട്ടറി വിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ ഒരു കമ്മീഷനാണ് ഒരു ലോട്ടറി എന്ന് ഒരാൾക്ക് കിട്ടുന്നത്. ബൈബിളിലെ അടിസ്ഥാനത്തിൽ വല്ലവൻ്റെ കയ്യിരിക്കുന്ന സാധനം മേടിച്ചിട്ട് അവൻ അതിൻ്റെ പൈസ കൊടുക്കുന്നതാണോ ഇവൻ്റെ സഹായ പ്രവൃത്തി? ആണോ? ബൈബിൾ അനുസരിച്ച് ഒരു പാസ്റ്റർ ചെയ്യേണ്ടത് ആ പൈസ അവന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുക. ഒരു ലോട്ടറിക്കാരന് ബുദ്ധിമുട്ടാണെങ്കിൽ അവന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുക. ഈ ഗുണ്ടാ പാസ്റ്ററുടെ മെസ്സേജ് കേട്ട ശേഷം പല അമ്മമാരും ലോട്ടറി എടുപ്പ് തുടങ്ങി. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ലോട്ടറിക്കാരനെ സഹായിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ലോട്ടറി എടുത്തവർക്ക് പ്രത്യേക പ്രാർത്ഥന ഇവൻ നടത്തി കൊടുക്കുന്നുണ്ട് ലോട്ടറി അടിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റും കൊണ്ട് ഇപ്പോൾ പാസ്പോർട്ടായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെ ലോട്ടറി എടുക്കുന്നവർ ലോട്ടറി ടിക്കറ്റും കൊണ്ടുപോയി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ അമ്മമാരോട് പറയാനുള്ളത് 2 കുപ്പി മദ്യം വാങ്ങി ആ മദ്യം വിൽക്കുന്നവനെ കൂടെ സഹായിക്കണമെന്നുള്ളതാണ്. അവനും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ. ഈ ഗുണ്ടാ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഈ മദ്യ വിൽപ്പനക്കാരെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്ററിൻ്റെയും കുറുവാസനം ജോസഫിൻ്റെയൊക്കെ പുറകെ പോകാൻ സ്ത്രീകൾക്ക് യാതൊരു നാണവുമില്ല. അവരെന്തു വേണമെങ്കിലും അവർക്ക് ചില അത്ഭുതങ്ങൾ കണ്ടാൽ മതി, അത്ഭുതങ്ങൾ അവർക്ക് വിട്ടുതലെന്ന് കേട്ടാൽ മതി, അവർ പരക്കം പാഞ്ഞോളൂ. പരക്കം പാഞ്ഞ് ഇവരെ എവിടേക്കാണ് ചെന്നെത്തുന്നത്? ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ സ്ത്രീവിരുദ്ധ പ്രസംഗങ്ങൾ കേൾക്കാനാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടാ പാസ്റ്റർ പറയുന്നത് ഇവൻ ഹിറ്റ്ലർ ആണെന്നാണ്. അവിടെ ഹിറ്റ്ലറിസമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ആരാധനാലയങ്ങളിൽ നിന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഗുണ്ടാ പാസ്റ്ററായ ഇവൻ ഇപ്പോൾ ഒരു ഹിറ്റ്ലർ കൂടിയാണെന്നാണ് സ്വയം പ്രഖ്യാപിക്കുന്നത്. അത് ശരിയാണ്. കാരണം അവിടെ വരുന്ന വിശ്വാസികളെ ഇവൻ വചനമല്ല പഠിപ്പിക്കുന്നത്, കുലുക്കിക്കുത്താണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല സ്ത്രീവിരുദ്ധതയാണ് പറയുന്നത്. ഈ ഗുണ്ട പറയുന്നത് സ്ത്രീകൾക്ക് സഭയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അഭിപ്രായങ്ങൾ വീട്ടിൽ ചെന്ന് വിളമ്പിയാൽ മതി എന്നുള്ളതാണ്. ഞാൻ ഇത് മനസ്സിലാക്കിയത് പൗലോസ് സംസാരിച്ച ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാ പാസ്റ്റർ ഇവിടെ സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് ആക്ഷേപിച്ച് പറയുന്നതിൻ്റെ കാരണം. പൗലോസ് ഒരിക്കലും സ്ത്രീവിരുദ്ധത സംസാരിച്ചിട്ടില്ല. നമ്മൾ ആ വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം. മാത്രമല്ല പൗലോസിൻ്റെ വേല ഞാൻ പറഞ്ഞ പോലെ തന്നെ ദശാംശം വാങ്ങിയിട്ടുള്ള വേലയല്ല, ദൈവവേലയല്ല പൗലോസ് ചെയ്തത്. ആ ദശാംശം വാങ്ങിക്കാത്ത ഈ ദൈവവേല അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തികളൊന്നും ഈ ഗുണ്ടാ പാസ്റ്റർക്ക് ബാധകമല്ല. കാരണം അവന് കൃത്യമായിട്ട് ദശാംശം കിട്ടണം. അതാണ് അവൻ ആദ്യം അതിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും ഈ ഗുണ്ടാ പാസ്റ്ററിനോടും പറയാനുള്ളത്, പൗലോസ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ സംസാരിക്കാനായിട്ട്. പൗലോസ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. പിന്നെ എന്തിനാണ് പുരുഷന്മാർക്ക് ഉള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സഭയിലില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പുരുഷനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ സ്ത്രീക്കുണ്ട്. മാത്രമല്ല പൗലോസിൻ്റെ കാലഘട്ടത്തിൽ അനേകം സ്ത്രീകൾ ദൈവിക ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുത്തിരുന്നു എന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വ്യക്തമാണ്. റോമർ 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഫേബയെക്കുറിച്ച് പറയുന്നുണ്ട്. കേംക്രിയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയാണ്. അതുപോലെ തന്നെ റോമലേഖനം 16 അതിൻ്റെ 3 മുതൽ 5 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, 1 കൊരിന്ത്യർ 16-ാം അധ്യായം, തീമോഥെയോസ് 4:19 അവിടെ ഭർത്താവിനോടൊപ്പം പൗലോസിൻ്റെ അടുത്ത സഹപ്രവർത്തിയായിരുന്ന പ്രിസ്കില്ലയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ കൂടാരം ഉണ്ടാക്കുന്ന ജോലിയിൽ പൗലോസിൻ്റെ പങ്കാളിയായിരുന്നു. അവർ അപ്പല്ലോസിന് ദൈവവചനം കൂടുതലായി വ്യക്തമായി പഠിപ്പിച്ചു എന്നും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്. എഫേസോസിലും റോമിലും അവരുടെ വീടുകളിൽ സഭകൾ കൂടിയിരുന്നു. പലപ്പോഴും പ്രിസ്കില്ലയുടെ പേര് ഭർത്താവിന് മുൻപേ പരാമർശിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ പ്രാധാന്യം വളരെയധികം വലുതാണ് പ്രിസ്കില്ലയുടെ. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ പൗലോസ് യുവോധ്യയെയും സുന്ദക്കയെയും പ്രബോധിപ്പിക്കുന്നു. പൗലോസ് അവരെ വിശേഷിപ്പിക്കുന്നത് സഹപ്രവർത്തകരെന്നാണ്. തന്നോടൊപ്പം സുവിശേഷ വേലയിൽ കഷ്ടപ്പെട്ട സഹപ്രവർത്തകരെന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ റോമാലേഖനം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യൂനിയ എന്ന സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പൗലോസ് ഇവരെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രശസ്തരായവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തന്നെ റോമാലേഖനം 16-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ റോമിലെ സഭയിലുള്ള മറിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട മറിയയ്ക്ക് വന്ദനം ചൊല്ലുക എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. കാരണം അവരുടെ കഷ്ടപ്പാടിനെ വില കുറച്ച് കാണുന്നില്ല പൗലോസ് അവിടെ. തന്നെ ഈ 16-ാം അധ്യായം റോമർ 16-ാം അധ്യായത്തിൽ
ത്രൂഫൈനെ പറ്റി പറയുന്നുണ്ട്, ത്രൂഫോസയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ പേഴ്സീസിനെ പറ്റി പറയുന്നുണ്ട്. ഇവരെല്ലാവരും ദൈവിക ശുശ്രൂഷയിൽ അധ്വാനിച്ചവരാണെന്നാണ് പറയുന്നത്. ഇവരെല്ലാം സ്ത്രീകളായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ ഫിലിപ്പിയിലെ ആദ്യ ക്രിസ്ത്യാനികൾ ഒരാളായ ലുദിയയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അവള് ഒരു വ്യാപാരിയും തൻ്റെ വീട്ടിൽ സഭയ്ക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. യൂറോപ്പിലെ ആദ്യ ക്രിസ്ത്യൻ സമൂഹം അവളുടെ വീട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. ബൈബിൾ ഇനിയും പരിശോധിച്ചാൽ ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകം സ്ത്രീകളുണ്ട്. ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരുടെ പുറകെ, കുറുവാസനം ജോസഫിൻ്റെ പുറകെയും പോകുന്നവരൊക്കെ ഒരിക്കലും ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള കള്ളന്മാരുടെയും ഗുണ്ടകളുടെയും പുറകിൽ അവർക്ക് പോകുവാൻ കഴിയില്ല. പണത്തിനോടുള്ള ആർത്തിക്ക് വേണ്ടി വർഗീയ വിഷം തുപ്പുന്ന തെമ്മാടികളായ ഇതുപോലത്തെയുള്ള ഗുണ്ടാ പാസ്റ്റർമാരെ സ്തുതിച്ചുകൊണ്ട് നടക്കുകയും ഇവർക്ക് വേണ്ടി തുള്ളിച്ചാടുകയും ചെയ്യുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലജ്ജിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.